ബി എന്ത് ആയുധമായിട്ട് ഉപയോഗിച്ച എന്താ കാര്യം? അവർക്കെല്ലാം ആയുധമാണല്ലോ. വന്ദേ മാതരമായാലും സ്വാതന്ത്ര്യ സമരമായാലും ദേശീയ ഗാനമായാലും അവർക്കൊക്കെ എല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. ഞങ്ങൾക്കത് ഇമോഷണലാണ്, വൈകാരികമാണ്. അതാണ് വ്യത്യാസം. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ പൂർണ്ണമായിട്ട് ചൊല്ലണ്ട എന്നുള്ളൊരു നിലപാടെടുത്ത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലി? കേരള സർക്കാരിൻ്റെ കാരണങ്ങളുണ്ടാവും. കേരള സർക്കാരിൻ്റെ തീരുമാനം ശരിയായ തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതൊരു ആശയവിനിമയത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് കോൺഗ്രസിന് ഇതിനകത്ത് വ്യക്തമായ നിലപാടുണ്ട്. മഹാത്മാഗാന്ധിയോട് ആലോചിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും രവീന്ദ്രനാഥ് ടാഗോറും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ വന്ദേ മാതരം ഉണ്ടായത്. ആ വന്ദേ മാതരത്തെ വിഭാഗീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയെടുത്തതാണ് അവരുടെ ബില്ല്. ഞങ്ങൾ വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്നവരാണ്, ജനഗണമനയും അതുപോലെ ബഹുമാനിക്കുന്നവരാണ്, ദേശീയ ഗാനത്തെ, ഈ ദേശത്തെ ബഹുമാനിക്കുന്നതാണ്. ആദ്യം അരുണാചലിലെ ഭൂമി ഒന്ന് പിടിച്ചെടുക്കാൻ പറ. നമ്മളെ സ്വന്തം ഭൂമി പിടിച്ചുകൊണ്ട് പോകണമല്ലോ. 56 ഇഞ്ച് നെഞ്ചോ അതൊക്കെ ഉണ്ടല്ലോ. അരുണാചൽ പ്രദേശിലെ ഭൂമി, ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഭൂമി ചൈന പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതാണോ വിവാദം? വിവാദം അതല്ലേ? ഇന്ത്യയുടെ സ്വന്തം മണ്ണിന് ചൈനക്കാർക്ക് തീരെഴുതി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടാതിരിക്കുകയാണ്. ചുപ്പ്. ഈ വിഷയം ഒക്കെ മാറ്റണം. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വിഷയം മാറ്റണം. അയോധ്യ രാമക്ഷേത്രത്തിലെ ചന്ദാചോരി വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കണം. അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഈ വിവാദങ്ങളൊന്നും പെടാൻ ഞങ്ങളാരും ഒരുക്കുകയല്ല. മനഃപൂർവ്വം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും മാറ്റിയിട്ട് ജനങ്ങളെ വർഗീയതയുടെയും ജാതിയുടെയും ഇക്കിളിപ്പെടുന്ന വികാരങ്ങളെ കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്. ജയിക്കൂല അവർ. ഒരു പ്രാവശ്യം ചക്ക വീഴുമ്പോൾ മുയല ചെന്ന് ചോദിച്ചിട്ട് എല്ലാ പ്രാവശ്യവും ചക്ക വീഴത്തുമില്ല, മുയലത്തു ചാവത്തുമില്ല. നിങ്ങൾക്ക് ഈ വിവാദങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. നിങ്ങൾ വിവാദങ്ങളുമായിട്ട് നടന്നോ? ആർക്ക് വേണ്ടിയിട്ടാണ് വിവാദം നടത്തുന്നതും എനിക്കറിയാം. 25 കൊല്ലം നടക്കേണ്ടി വരും ഇനി ചുരുങ്ങിയത്. 5 കൊല്ലത്ത് തീരൂല. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരുടെ പറഞ്ഞത്? നിങ്ങൾക്ക് എപ്പോഴത്തേക്കാണ് വേണ്ടത്? അത് ഫുൾ ടൈം അധ്യക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അത് സണ്ണി ജോസഫ് KPC പ്രസിഡന്റാണ്. അദ്ദേഹം മാറാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് സത്യമുള്ള കാര്യമാണ്. അത് പാർട്ടി തീരുമാനം എടുക്കും. നിങ്ങൾ ഇതും കൊണ്ട് പോകുമ്പം അവർക്ക് വിഷയം നിങ്ങളിങ്ങനെ ഓരോ വിഷയം എടുത്തിടുന്നത് നിങ്ങളല്ലേ? MP-മാരാണോ? അല്ല. അപ്പോൾ ഇത് കാര്യം ഞാൻ നിങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചാൻ വേണ്ടിയുള്ള ഈ ശ്രമങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവരുത്. വിഷയം വിദ്യാർത്ഥികളെ നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ഈ നാട്ടിലെ പരീക്ഷാ ക്രമക്കേട് നടത്തിയ ഗവൺമെൻറ്റാണ്. വിഷയം അയോധ്യയിലെ രാമക്ഷേത്രം കൊള്ള ചെയ്ത ഗവൺമെൻറ്റാണ്. വിഷയം അരുണാചൽ പ്രദേശിലെ ഏറ്റവും അടക്കമുള്ള ഇന്ത്യയുടെ ഭൂമി ചൈന കൊണ്ടുപോകുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ സ്ഥിതിയാണ്. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് തങ്ങളുടെ സ്വന്തം അജണ്ട നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്നത് അത് വിലപ്പോവില്ല. വന്ദേ മാതരത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാടുണ്ട്, വ്യക്തമായ നിലപാടുണ്ട്. നിങ്ങൾക്ക് വരും ദിവസങ്ങളിലെ കോൺഗ്രസ് പരിപാടികൾ അത് ബോധ്യപ്പെടും. ഓക്കെ. അല്ല അതിലൊക്കെ പാർട്ടി ഗൗരവതരമായിട്ടുള്ള ഒരു പ്രയോറിറ്റി കൊടുക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. സ്റ്റാർ മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കരുനാപ്പള്ളി അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. എനിക്ക് സ്റ്റാർ മണ്ഡലമായിരുന്നു അല്ലേ? സ്റ്റാർ മണ്ഡലങ്ങളിൽ പ്രത്യേക ക്ലാസിഫിക്കേഷനോടെയാണ് അവർ കൊടുത്തത്. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാരും കരുതില്ലല്ലോ. അപ്പോൾ അവർ ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഇപ്പം ഓരോ സന്ദർഭത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് 12 കൊല്ലം ഭരിച്ചിട്ട് നടത്തിയ ഏറ്റവും വലിയ അഴിമതികളാണ്. അത് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പണം ഒഴുക്കി കൊടുക്കാൻ ശ്രമമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ജനം തിരസ്കരിച്ചല്ലോ. പണം കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട ഇലക്ഷനല്ലേ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ. ശരി.